ഹായ്, എന്തൊക്കെയാണ് സുഖന്നല്ലേ? അപ്പോൾ ഇന്ന് ഒരു മാല ഉണ്ടാക്കാം. അപ്പോൾ മാല ഞാൻ കാണിച്ചില്ലേ, പിക്ചർ കണ്ടില്ലേ? ഹണി റോസിൻ്റെ കഴുത്തിലുള്ള ആ ഒരു മാലയാണ്. മാല എന്ന് പറയാൻ പറ്റില്ല, ഒരു ചോക്കർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബേസ് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് ബേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഈ ഒരു ഹെയർ ബാൻഡ് ബേസിനെ നമുക്കിങ്ങനെ റൗണ്ടിൽ ആക്കിയെടുക്കണം. കുറച്ചു ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടല്ല, കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് റൗണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഇതിനിങ്ങനെ റൗണ്ടാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ റൗണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഹെയർ ബാൻഡ് ബേസാണ്, കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. കറക്റ്റ് ഒരു ബേസ് ഇതേപോലെ റൗണ്ട് ചെയ്തെടുത്തു. അടുത്ത വേണ്ടത് ഈ ഒരു വൈറ്റ് ബീഡാണ്. ചെറിയ 3mm വൈറ്റ് ബീഡാണ് എടുത്തിട്ടുള്ളത്. രണ്ട് വലിയ ബീഡുണ്ട്, രണ്ട് സൈസാണ്. പക്ഷേങ്കിൽ ഞാനിവിടെ ഒരേ സൈസുള്ള 2 ബീഡാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി വന്നിട്ട് ഇതിലേക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലൂ ഗണ്ണിൽ ഗം യൂസ് ചെയ്തു. ഈ വലിയൊരു ബീഡ് ഇതിലേക്ക് ഒട്ടിച്ചു വെച്ചു. ഓക്കെ, അതവിടെ സെറ്റായി നിന്നിട്ടുണ്ടാവും. അടുത്ത ഈ ഒരു സൈഡിലൂടെ നമുക്ക് ഈ വൈറ്റ് ബീഡ് മുഴുവനായിട്ടും പുറത്തെടുക്കാം. അപ്പോൾ വലിയ ബീഡ് ഗ്ലൂ ഗണ്ണിൽ ഒട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. കുറച്ച് സമയം അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക കേട്ടോ, അതവിടെ ഒട്ടി നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് പതിയെ ഈ ഒരു ബീഡ് കോർക്കാം. അപ്പോൾ ഞാൻ ഈ ബീഡ് കോർത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. മുഴുവനായിട്ടും കോർക്കുന്നത് കാണിക്കുന്നില്ല, വീഡിയോന് ഒരുപാട് ലെങ്ത് വരും. അതുകൊണ്ട് ഇതേപോലെ മുഴുവനായിട്ടും കോർത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനം കഴിയാറായിട്ടോ. ഓക്കെ, ഇവിടെ എത്താറായി. അപ്പോൾ കുറച്ച് സമയം എടുത്തു കേട്ടോ പുറത്തെടുക്കാൻ. ഒന്നാമത് ചെറിയ വീട് ആണ്, പിന്നെ രാത്രിയാണ് കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹോൾസ് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാഴ്ചക്കുറവിൻ്റെ കുഴപ്പമില്ല. ഇതിൻ്റെ ഹോൾസ് അടഞ്ഞ് കിടക്കാണ് കേട്ടോ ചില സ്ഥലത്ത്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഹോൾസ് എവിടെയാണ് കറക്റ്റ് കണ്ടെത്താൻ പറ്റുന്നു. ചിലത് കേട്ടോ, ചില ബീഡ്സ് അങ്ങനെയാണുള്ളത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് കുറച്ചധികം സമയം എടുത്തു. എന്നാലും വർക്ക് കംപ്ലീറ്റ് ആവാനായി കേട്ടോ. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് വന്നിട്ട് ആ വലിയ ബീഡ് വെക്കാനുള്ള ഒരു സ്പേസ് കൂടെ വെച്ചിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അതിന് മുൻപേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടോ നോക്കണം. വന്നിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും കാണാം. അപ്പോൾ ഇപ്പോഴേ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ ഒരു അടിപൊളി മാലയായിട്ട് കിട്ടും. മാല അല്ല, ചോക്കർ എന്ന് പറയാല്ലേ. ഓക്കെ, ലാസ്റ്റത്തെ ഒരു ബീഡ് കൂടെ കോർക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് വൈറ്റ് വലിയ ബീഡില്ലേ, വലിയ ബീഡ് ഇവിടേക്ക് കോർക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് കുറച്ച് അധികമായിട്ട് ഈ വലിയ ബീഡിനെ ഇവിടെ കോർക്കും. ഓക്കെ, നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം ഈ ഒരു വർക്ക് കണ്ടപ്പോൾ, ഈ ഒരു മാല കണ്ടപ്പോൾ എന്തിനെ കൊണ്ട് ചെയ്യും, ഗിയർ വയർ വേണോ, ഗിയർ വയർ ഇത്രയും സ്റ്റിക്ക് ആയിട്ട് നിൽക്കുമെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഹെയർ ബാൻഡ് ബേസ് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വളച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വളച്ച് എടുത്തിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല, ഞാൻ പറയുകയാണ് കുറച്ച് ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഇത് അഭിപ്രായം പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിത് കഴുത്തിലിട്ടിട്ട് കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് എനിക്കൊന്ന് ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ ഇടാൻ തോന്നുന്നില്ലേ, ഷർട്ടിൻ്റെ കൂടെയൊക്കെ ഞാൻ നോക്കിയിട്ട് ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ.